ഹലോ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പോകുന്ന, അതായത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സയൻസ് സ്ട്രീം, അതിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്താൽ ആണ് നമ്മൾ സക്സസിലേക്ക് എത്തുക. ഇനി ആരുടെയെങ്കിലൊക്കെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ താല്പര്യമില്ലാണ്ട് സയൻസ് എടുത്തിട്ട് കാര്യമുണ്ടോ, ഇതിനൊക്കെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആൻഡ് ഒരു ഇൻട്രോ ആയിട്ട് ഞാൻ സയൻസിന്റെ സിലബസിനെ പറ്റി പറഞ്ഞുതരാം. ഓക്കെ, സിലബസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, പിന്നെ ലാംഗ്വേജ്, അതിൽ മലയാളം ഓർ ഹിന്ദി, പിന്നെ ഇംഗ്ലീഷ്. ഇതാണ് അതിന്റെ വരുന്ന സബ്ജക്ട്സ് വരുന്നത്. ആൻഡ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതിന്റെ കുറച്ചുകൂടി രണ്ടിരട്ടി, എനിക്ക് രണ്ടിരട്ടിയല്ല കുറച്ചുണ്ട് ഈ ഒരു സയൻസിലെ സിലബസ്, അതുപോലെ അതിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബൈഹാർട്ട് പഠിക്കാനുണ്ട് കുറെ. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത് കൂടി ബൈഹാർട്ട് പഠിച്ചാൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. അപ്പം എനിക്ക് സയൻസ് എടുക്കുന്ന കുട്ടികൾ എനിക്ക് പറയാനുള്ളത്, പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാനുള്ളത് അത് അങ്ങനെ തന്നെ പഠിക്കുക. കാരണം ബൈഹാർട്ടാക്കി പഠിക്കാൻ ഇഷ്ടം പോലെ വേറെ വരുന്നുണ്ട്. അതായത് എങ്ങനെ ഈ മാത്സിലെ കുറെ ഫങ്ഷൻസ്, അങ്ങനെ ഐഡന്റിറ്റീസ്, അങ്ങനത്തെ കുറച്ച് സാധനം നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട സാധനങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, സയൻസ് എടുക്കുന്ന കുട്ടികളെ ഏറ്റവും വലിയ ചെയ്യുന്ന മിസ്റ്റേക്കാണ് എന്താന്ന് വെച്ചാല്, ആദ്യം നമ്മൾ ഈ 10 കഴിഞ്ഞ് +1 വന്ന് ആ പൊലിവിൽ പഠിക്കാണ്ട് നിന്ന് അവസാനം ലാസ്റ്റ് മൊമെന്റിലാണ് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് എവിടെ എത്തൂല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഓണം എക്സാം ഉണ്ടാവില്ല. അപ്പം ഡിസംബറിലുള്ള ക്രിസ്മസ് എക്സാമിനായിരിക്കും നമ്മൾ ശരിക്കും എന്താണ് NCERT ലെവൽ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാവുന്നത്. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ടൈം എൻഡായിക്ക് ഉണ്ടാവും. ഈ ലാസ്റ്റ് മന്തിൽ ഇരുന്ന് തലകുത്തി മറിയാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആൻഡ് തോറ്റു പോകും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളോട് ഇത് കുറെ ആൾക്കാർ പറഞ്ഞു, ടീച്ചേഴ്സ്, പാരന്റ്സ് ഒക്കെ പറഞ്ഞു, പക്ഷെ നമ്മൾ ഇത് ഉൾക്കൊള്ളൂല. ഞാനിത് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചല്ല, കുറച്ച് ആൾക്കാരുടെ ഒപ്പീനിയൻസും കൂടി എടുത്തിട്ടാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക. അല്ലാതെ വേറെ ടീച്ചേഴ്സോ പാരന്റ്സോ ഒന്നുമല്ല ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു. വേറെ ആരെയും നിർബന്ധ പ്രകാരം സയൻസ് എടുക്കരുത്. അതായത് ടീച്ചേഴ്സ് പറഞ്ഞു, അല്ലെങ്കിൽ പാരന്റ്സ് പറഞ്ഞു, അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞു, ഓ ഇനി സയൻസ് എടുക്കാം, എത്ര പ്ലസ് കിട്ടില്ല സയൻസ് എടുക്കാം, ഇനി സയൻസ് എടുക്കണം, അല്ലെങ്കിൽ നീ അത് അങ്ങനെ ആവണം, അങ്ങനെ ഒരു കാരണവശാലും താല്പര്യം ഇല്ലാണ്ട് സയൻസ് എടുക്കരുത്. അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ആദ്യം മുതലേ പഠിച്ചു പോകുക, ഇല്ലെങ്കിൽ സയൻസ് എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, തോറ്റുപോകും. വേറെ എന്താന്ന് വെച്ചാല്, +2 മാർക്ക് വരുന്നത് +1 മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ എന്താ പറയാ, +1 നമുക്ക് മാർക്ക് കുറഞ്ഞാല് +2 നമ്മളത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കഷ്ടപ്പെടും. +2 ഇംപ്രൂവ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ അത് അതിലും വലിയ കഷ്ടപ്പാടാണ്. കാരണം +2 തന്നെ ഉണ്ട് നമുക്കൊരു ലോഡ് പഠിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള റെക്കോർഡ്, ലാബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര റഷ് ആയിരിക്കും. ചില സ്കൂളുകളിൽ വെക്കേഷന് തുടങ്ങും റെക്കോർഡ് ചെയ്തിട്ട്, കാരണം ഈ എക്സാമിന്റെ ഇടയ്ക്ക് വെക്കണമെന്ന് വെച്ചാൽ. പക്ഷെ ഞാനൊന്നും അങ്ങനല്ലേ, അപ്പം അന്നേരെ തരും. അപ്പൊ അത്രയ്ക്കും ബിസി ഷെഡ്യൂൾ ആയിരിക്കും, ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും നമ്മൾ എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ +1 കൂടെ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. സോ മാക്സിമം സ്കോർ നമ്മൾ എത്ര വിചാരിക്കുന്നു അതേ സ്കോർ നമ്മൾ +1 തന്നെ സ്കോർ ചെയ്യാൻ നോക്കണം. ഞാൻ എൻ്റെ ബാച്ചിലുള്ള കുറേ കുട്ടികൾ കണ്ടിട്ടുണ്ട്, അതായത് ഈ ഫസ്റ്റ് പഠിക്കാണ്ട് വെച്ച് ലാസ്റ്റ് പറഞ്ഞു തരുമോ അതാക്കോ ഇതാക്കോ എന്ന് വെച്ച് കഷ്ടപ്പെട്ട കുട്ടികൾ. അവസാനം ടീച്ചേഴ്സ് ഓരോരുത്തരാക്കി കൊടുത്തു. അതായത് ഇവരെ നീ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഓരോരുത്തരാക്കി കൊടുത്ത് അങ്ങനെ കുട്ടികൾ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അത് ആക്ച്വലി നല്ലതാണ് കേട്ടോ. കാരണം ഇപ്പം ഞാൻ ഒരാൾക്ക് പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് കുറച്ചുകൂടി അത് പഠിക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് അത്രയും ഒരു വേസ്റ്റ് സിറ്റുവേഷനിൽ വരെ +1 ലാസ്റ്റ് എത്തിപ്പോയിട്ടുണ്ട്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങില് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം സ്കോർ ചെയ്യുക. പിന്നെ +2 മാർക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാർക്സ് എന്ന് പറയുന്നത്.
അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഡിഗ്രി ലെവല് അലോട്ട്മെന്റും കോളേജും കാര്യങ്ങളൊക്കെ കിട്ടുക. അതിനനുസരിച്ചിരിക്കും എല്ലാം എന്ന് പറയുന്നത്. നമുക്കിനിയിപ്പോ ഒരു ജോബ് ക്വാളിഫിക്കേഷൻ കിട്ടണമെങ്കിലും ഈ +2 മാർക്സ് ആണ് നോക്കുക. അതും മാർക്സ് ആണ് നോക്കുക, എത്ര A+ ഉണ്ട് എന്നല്ല നോക്കുക, മാർക്സും പെർസെൻറ്റേജും ആണ് നമ്മളെ നോക്കുക എന്നുണ്ടെങ്കിൽ. A+ന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഫുൾ മാർക്ക്, ഫുൾ പെർസെൻറ്റേജ് അങ്ങനത്തെ ഒരു മൈൻഡിലേക്കാണ് ഇപ്പം വരുന്നത്. സോ എന്തായാലും നിങ്ങൾ സയൻസ് എടുത്ത അല്ലെങ്കിൽ സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സയൻസിൽ അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് മുതലേ നോക്കിക്കൊടുക്കുക, ഇല്ലെങ്കിൽ തോറ്റുപോകും. അങ്ങനെ തന്നെ പറയണം, തോറ്റുപോകും. ഞങ്ങളോട് കുറെ ആൾക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ബോധവും ഇല്ലായിരുന്നു. നിങ്ങൾ ഡെയിലി പഠിക്കാൻ നോക്കുക. ഈ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ പഠിക്കുക. എന്നിട്ട് അത് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 2.5, 3 അങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു പ്രോഗ്രസ് തന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ കാണാൻ കഴിയും. അതായത് അതൊരു ഹോബിയാക്കി മാറ്റാന്ന് പറയാം. പിന്നെ എൻജോയ് ചെയ്യണം, നല്ലോണം എൻജോയ് ചെയ്യുക. കൂട്ടത്തില് പഠിത്തവും കൊണ്ടുപോവാം. വേറൊരു കാര്യം, പഠിക്കുമ്പം പിന്നോക്കം വലിക്കാൻ കുറേ കമ്പനിക്കാരുണ്ടാവും. അതായത് എന്തിനാ പഠിക്കുന്നതൊക്കെ ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. അവസാനം റിസൾട്ട് വരുമ്പോഴും അതുപോലെ അവര് എവിടെങ്കിലൊക്കെ എത്തുമ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ആരും ഉണ്ടാവില്ല നമ്മളൊന്ന് പിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട്. സോ എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് മുതലേ പഠിച്ചിറങ്ങുക. ഓൾ ദ ബെസ്റ്റ്. ഒരു അടിപൊളി സ്ട്രീമാണ്. ബട്ട് നമ്മൾ അതിനെ കാണേണ്ട സീരിയസ്നെസ്സോടെ കണ്ട് ഇഷ്ടത്തോടെ പഠിച്ചാൽ മാത്രമേ അത് നമുക്കൊരു ഹെൽപ്ഫുൾ ആയി മാറുള്ളൂ. സയൻസ് എടുത്താൽ നമുക്ക് ഏത് ഫീൽഡിലേക്ക് വേണേൽ പോവാം. ഇപ്പം ഈ ഒരു മെഡിക്കൽ മാത്രമല്ല സയൻസിൽ ഒതുങ്ങി നിൽക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് ഫീൽഡിലേക്ക് വേണേലും സയൻസ് എടുത്തു കഴിഞ്ഞാൽ പോകാം. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് എടുത്തത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് മുതലേ പഠിച്ച് ഡെയിലി നോക്കി പോവാണെങ്കിൽ ഇറ്റ്സ് ആൻ അടിപൊളി സ്ട്രീം ഫോർ യു. ആൻഡ് അത് നിങ്ങളെ സക്സസ്സിലേക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഡ്രീമിലേക്ക് അത് നിങ്ങളെ എത്താൻ സഹായിക്കും. ഓക്കെ, അപ്പൊ ശരി, ബൈ ഗൈസ്.